ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രക്ഷുബ്ധമായ പാർലമെന്റ്. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇന്ത്യയുടെ ഭാവി സഹകരണ യാത്രയ്ക്ക് ICA ആഗോള സഹകരണ ഉച്ചകോടി പുതിയ ഉൾക്കാഴ്ചകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് നാളെ തുടക്കം. സ്ത്രീകളുടെ ഉന്നമനത്തിന് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. നയി ചേതന 3.0 ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബോർഡർ ഗവാസ്കർ ട്രോഫി ഒന്നാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 295 റൺസിന്റെ ജയം. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് FC ഒഡീഷ FC പോരാട്ടം. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. നാളെ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. അദാനി ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണം, മണിപ്പൂർ വിഷയം തുടങ്ങിയവ ഉയർത്തി പ്രതിപക്ഷം രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിഷേധിച്ചു. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ നിരാകരിച്ചു. 11:45 വരെ നിർത്തിവച്ച രാജ്യസഭ വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ലോക്സഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത്. 12 മണിവരെ നിർത്തിവച്ച സഭ പിന്നീട് ആരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പിരിഞ്ഞു. 26 ദിവസം നീളുന്ന ശീതകാല സമ്മേളനത്തിൽ 19 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. ഭരണഘടനാ ദിനാചരണത്തോടനുബന്ധിച്ച് നാളെ സഭാ സമ്മേളനമുണ്ടായിരിക്കില്ല. ഇന്ത്യയുടെ ആഗോള പ്രശസ്തിയും അന്തസ്സും ഉയർത്താൻ പാർലമെന്റിലെ ചർച്ചകൾ ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് അംഗങ്ങളോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പാർലമെന്റിലെ നടപടികൾ തടസ്സപ്പെടുത്തിയതിന് പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ച് BJPയുടെ മുതിർന്ന നേതാവ് രവിശങ്കർ പ്രസാദ്. സഭാ നടപടി തടസ്സപ്പെടുത്തിയത് അനുചിതമാണെന്ന് പാർലമെന്റിന് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യയുടെ ഭാവി സഹകരണ യാത്രയ്ക്ക് ICA ആഗോള സഹകരണ ഉച്ചകോടി പുതിയ ഉൾക്കാഴ്ചകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സഹകരണ ഉച്ചകോടിയുടെ ഉദ്ഘാടനം ന്യൂഡൽഹിയിൽ ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. इस कॉन्फ्रेंस के माध्यम से भारत की फ्यूचर कोऑपरेटिव जर्नी के लिए जरूरी इंसाइट मिलेगी और साथ ही भारत के अनुभवों से ग्लोबल कोऑपरेटिव मूवमेंट को भी 21st सेंचुरी के नए टूल्स मिलेंगे, नई स्पिरिट मिलेगी. दुनिया के लिए कोऑपरेटिव्स एक मॉडल है, लेकिन भारत के लिए कोऑपरेटिव्स संस्कृति का आधार है, जीवन शैली है. രാജ്യത്തെ സഹകരണ ബാങ്കുകളിൽ 12 ലക്ഷം കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സഹകരണ ബാങ്കുകളെ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമായി സർക്കാർ നിരവധി പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025 അന്താരാഷ്ട്ര സഹകരണ വർഷത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സ്റ്റാമ്പും ചടങ്ങിൽ പ്രധാനമന്ത്രി പുറത്തിറക്കി. ഭൂട്ടാൻ പ്രധാനമന്ത്രി, ഫിജി ഉപപ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നാളെ തുടക്കമാകും. ന്യൂഡൽഹിയിലെ സംവിധാൻ ഭവനിൽ നാളെ നടക്കുന്ന ആഘോഷ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യും. ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ എന്ന പേരിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്നത്. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും നാളെ വിപുലമായ പരിപാടികൾ. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നാളെ തിരുവനന്തപുരത്ത് 500ഓളം മേര യുവഭാരത് വോളണ്ടിയർമാർ അണിനിരക്കുന്ന പദയാത്ര സംഘടിപ്പിക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. ദിനാചരണത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറിയിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും സ്പീക്കർ നിർവഹിക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ തമിഴ്നാട്ടിലെത്തും. ഊട്ടിയിലെ വെല്ലിംഗ്ടൺ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിൽ വ്യാഴാഴ്ച നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നീലഗിരിയിൽ ഗോത്രവർഗ്ഗ വിഭാഗങ്ങളുമായി വെള്ളിയാഴ്ച ശ്രീമതി മുർമു സംവദിക്കും. തിരുവാരൂരിലെ തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിനെ ശനിയാഴ്ച രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഝാർഖണ്ഡിൽ JMM നേതാവ് ഹേമന്ത് സോറൻ സർക്കാർ ഈ മാസം 28-ന് സത്യപ്രതിജ്ഞ ചെയ്യും. റാഞ്ചിയിൽ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച ശേഷമാണ് ശ്രീ ഹേമന്ത് സോറൻ ഇക്കാര്യം അറിയിച്ചത്. INDI സഖ്യത്തിന്റെ ഭാഗമായ 56 നിയുക്ത MLAമാരുടെ പിന്തുണക്കത്തും അദ്ദേഹം ഗവർണർക്ക് കൈമാറി. മഹാരാഷ്ട്രയിലും സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് ഭൌമസൂചിക ടാഗ് നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. വിരാസത് സേ വികാസ് തക് എന്ന വിഷയത്തിൽ GIയെ ആസ്പദമാക്കി ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. आज एक ऐसा कार्यक्रम है आर्टिजन या उस राज्य बल्कि ये देश के लिए सौभाग्य है या पूरी दुनिया में हम GI टैगिंग में अपनी संख्या को बढ़ा रहे हैं और उसका पेटेंट भी हम ले रहे हैं. GI ടാഗ് ചെയ്ത ഉൽപ്പന്നങ്ങളെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധിപ്പിക്കുന്നത് അവയുടെ വിപണനം വർദ്ധിപ്പിക്കുമെന്നും ശ്രീ ഗിരിരാജ് സിംഗ് ചൂണ്ടിക്കാട്ടി. സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വിദ്യാഭ്യാസ ശാക്തീകരണത്തിന് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെ അവബോധം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന നയി ചേതന 3.0 ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒന്നിച്ച് ഒരേ സ്വരത്തിൽ അക്രമത്തിനെതിരെ പോരാടുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അടുത്ത മാസം 23 വരെയാണ് ക്യാമ്പയിൻ. പെർത്തിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി ഒന്നാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 295 റൺസിന്റെ ജയം. ഇന്ത്യ ഉയർത്തിയ 534 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിംഗ്സ് 238 റൺസിന് അവസാനിച്ചു. ഇതോടെ 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. രണ്ടാം ടെസ്റ്റ് അടുത്ത മാസം 6-ന് ഓവലിൽ നടക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഹൈദരാബാദ് FC ഒഡീഷ FCയെ നേരിടും. ഹൈദരാബാദിലെ GNC ബാലയോഗ്യ അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈയിൻ FCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 3 ഗോളിന്റെ ആധികാരിക വിജയം നേടി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 29 വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗോവയിൽ നടക്കുന്ന ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ശ്രദ്ധേയമായി പ്രാദേശിക സിനിമകൾ. മേളയിലെ പ്രാദേശിക ചലച്ചിത്രങ്ങൾ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയതാണെന്ന് കന്നഡ നിർമ്മാതാവും നടനുമായ ഗൌരി ശങ്കർ SRG അഭിപ്രായപ്പെട്ടു. പ്രശസ്ത ബോളിവുഡ് താരം കൃതി സനോൺ, ഓസ്ട്രേലിയൻ സംവിധായകൻ ഫിലിപ്പ് നോയ്സ് എന്നിവർ നയിക്കുന്ന ചർച്ചകളും മേളയിൽ നടക്കുന്നുണ്ട്. മധ്യപൂർവ്വ മേഖലയിലെ ഭീകരപ്രവർത്തനങ്ങളിൽ ആശങ്കയറിയിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. മേഖലയിലെ അക്രമ സംഭവങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. റോമിൽ നടക്കുന്ന MED മെഡിറ്ററേനിയൻ ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. പലസ്തീൻ യുക്രൈൻ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയ ശ്രീ ജയശങ്കർ പ്രശ്നങ്ങളുടെ പരിഹാരം ചർച്ചകളിലൂടെയും നയതന്ത്ര ബന്ധത്തിലൂടെയും ആകണമെന്നും ആവർത്തിച്ചു. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ലോക അത്ലറ്റിക്സ് പ്രസിഡന്റും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗവുമായ ലോർഡ് സെബാസ്റ്റ്യൻ കോയുമായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2036 ഒളിമ്പിക്സിനും പാരാലിമ്പിക്സിനും ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത അറിയിച്ചതായി ശ്രീ മാണ്ഡവ്യ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ഭരണഘടന ഭീഷണി നേരിടുന്നതായുള്ള ആരോപണങ്ങൾ നിഷേധിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആകാശവാണി വാർത്തകൾക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പരാമർശിച്ചത്. ഭരണഘടനാ ദിനത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ പദയാത്രയിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇന്ത്യയുടെ ഭാവി സഹകരണ യാത്രയ്ക്ക് ICA ആഗോള സഹകരണ ഉച്ചകോടി പുതിയ ഉൾക്കാഴ്ചകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് നാളെ തുടക്കം. സ്ത്രീകളുടെ ഉന്നമനത്തിന് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. നയി ചേതന 3.0 ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബോർഡർ ഗവാസ്കർ ട്രോഫി ഒന്നാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 295 റൺസിന്റെ ജയം. ISL ഫുട്ബോളിൽ ഹൈദരാബാദ് FC ഒഡീഷ FC പോരാട്ടം.
കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. നാളെ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.